പാകിസ്ഥാന്റെ നിയമവിരുദ്ധ അധിനിവേശത്തിൽ പതിറ്റാണ്ടുകളായി ശ്വാസം മുട്ടുന്ന പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ ജനകീയ പ്രക്ഷോഭം ഒരു സമ്പൂർണ്ണ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് ഭരണകൂടം ഇപ്പോൾ അവിടെ ചോരപ്പുഴ ഒഴുക്കുന്ന അറ്റകൈ പ്രയോഗത്തിന് മുതിർന്നിരിക്കുന്നു. റാവലാക്കോട്ട് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിലെ തെരുവുകളിൽ ഇറങ്ങിയ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളെ തോക്കിൻ മുനയിൽ അടിച്ചമർത്താനാണ് പാക് റേഞ്ചേഴ്സും പാക് പോലീസും ശ്രമിക്കുന്നത്. സമാധാനപരമായി സമരം ചെയ്ത ജനക്കൂട്ടത്തിനു നേരെ പാക് സൈനിക വിഭാഗങ്ങൾ ക്രൂരമായി വെടിയുതിർത്തതോടെ കാശ്മീരിലെ പാക് അധീന മേഖലകൾ പൂർണ്ണമായും കത്തിയെരിയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിഷേധം അടിച്ചമർത്താൻ കവചിത വാഹനങ്ങളുമായി ഇരച്ചുകയറിയ പാക് റേഞ്ചേഴ്സ് വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിടുന്നത്. റാവലാക്കോട്ടിലെ കോട്രിവാലിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ ജനങ്ങളെ സൈന്യം വളഞ്ഞ് അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സമര പന്തലുകൾ തകർത്ത പാക് പട സാധാരണക്കാരുടെ വീടുകളിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടു സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തതായിട്ടാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന പ്രമുഖ വ്യക്തികളെ പോലും ജീവനോടെ വകവരുത്താനാണ് പാക് പോലീസ് ശ്രമിക്കുന്നത്. തന്റെ വീട് തല്ലിത്തകർത്തുവെന്നും ഏത് നിമിഷവും പാക് റേഞ്ചേഴ്സ് തന്നെ വെടിവെച്ച് കൊല്ലുമെന്നും ഭയന്ന് കാറിനുള്ളിലിരുന്ന് ഡോക്ടർ മസൂദ് ഖാലിദ് പുറത്തുവിട്ട വീഡിയോ ഈ ക്രൂരതയുടെ ആഴം വെളിപ്പെടുത്തുന്നതാണ്. മേഖലയിലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ പാകിസ്ഥാൻ പൂർണ്ണമായും നിരോധിച്ചതോടെയാണ് സംഘർഷം ഈ രീതിയിൽ വഷളായത്. വൻതോതിലുള്ള വിലക്കയറ്റത്തിനും നികുതി കൊള്ളയ്ക്കുമെതിരെ മാസങ്ങളായി സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ജനങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം സൈനിക ശക്തി ഉപയോഗിച്ച് അവരെ നിശബ്ദരാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. ഒടുവിൽ നൽകിയ സമയപരിധിയും അവസാനിച്ചതോടെ ഇനി പാക് ഭരണകൂടവുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാട്ടം തുടരുമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരവധി നേതാക്കളെ ഇതിനോടകം തന്നെ പാക് സേന തടവിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണത്തിന് കീഴിലുള്ള ജമ്മു കാശ്മീരിൽ സമാധാനവും അഭൂതപൂർവവുമായിട്ടുള്ള വികസനവും മുന്നേറുമ്പോൾ പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കാശ്മീർ പ്രവിശ്യകൾ നരകതുല്യമായി മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവങ്ങൾ അടിവരയിടുന്നത്. സ്വന്തം പ്രകൃതി വിഭവങ്ങൾ ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾ കൊള്ളയടിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നിറയിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ ക്ഷമ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. അധിനിവേശ ശക്തികളുടെ തോക്കുകൾക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തെരുവിൽ ചോര ചിന്തുന്നത്. തുടർച്ചയായ ആഭ്യന്തര കലഹങ്ങളും സാമ്പത്തിക തകർച്ചയും കാരണം പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. സ്വന്തം അധീനതയിലുള്ള കാശ്മീർ ജനതയെ വെടിവെച്ച് കൊല്ലുന്ന പാക് റേഞ്ചേഴ്സിന്റെ ഈ അറ്റകൈ പ്രയോഗം അന്താരാഷ്ട്ര തലത്തിൽ വലിയ മനുഷ്യാവകാശ ലംഘനമായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ ഈ ശക്തമായിട്ടുള്ള ആഭ്യന്തര വിപ്ലവം വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ കൈകളിൽ നിന്നും ഈ പ്രവിശ്യ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.